നമസ്കാരം കുട്ടികളെ, നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതൊക്കെ വായിച്ചു നോക്കിയോ? നമുക്കിന്ന് നെഹ്റു ട്രോഫി വള്ളംകളി എന്ന പാഠത്തിന്റെ ബാക്കി ഭാഗം നോക്കാം. അനേകായിരങ്ങളുടെ ആർപ്പുവിളികൾ ഉയർന്നു. ആ നവഭാരത ശില്പി കൈ ഉയർത്തി അഭിവാദനങ്ങൾ സ്വീകരിച്ചു. അപ്പോൾ 63 കതിനാവെടികൾ പൊട്ടി. 63 എന്ന സംഖ്യ ആ മഹാന്റെ വയസ്സിനെ അനുസ്മരിപ്പിച്ചു. സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ നെഹ്റു മണ്ഡപത്തിൽ ഉപവിഷ്ടനായി. അധികം താമസിച്ചില്ല. അത്യുച്ചത്തിൽ ഒരു വെടി പൊട്ടി. 8 ചുണ്ടൻ വള്ളങ്ങൾ ഇടിമിന്നൽ മാതിരി ചീറിപ്പാഞ്ഞു. അവ 1 മൈൽ ദൂരെ സമരസജ്ജമായി നിൽക്കുകയായിരുന്നു. അഭൂതപൂർവമായ ആ കാഴ്ച നെഹ്റു ദൂരദർശിനിയിലൂടെ നോക്കിക്കണ്ടു. അടക്കാനാവാത്ത ആഹ്ലാദം കൊണ്ട് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അദ്ദേഹം തുള്ളിച്ചാടി. നടുഭാഗം നെപ്പോളിയൻ, ചമ്പക്കുളം, കാവാലം, പാർത്ഥസാരഥി, നേതാജി, വലിയ ദിവാൻജി, മാമ്പഴക്കരി എന്നീ ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അവ പ്രകടിപ്പിച്ച വാശിയും ആവേശവും നെഹ്റുവിനെ വികാരഭരിതനാക്കി. കളിയോടങ്ങൾ മണ്ഡപത്തോടടുക്കാറായപ്പോഴേക്കും ആവേശം വർദ്ധിച്ചു. അപ്പോൾ അടുത്തു കിട്ടിയ ഒരു കസേരയിൽ ചാടിക്കയറാൻ പോലും അദ്ദേഹം മടിച്ചില്ല. അപ്പോഴേക്കും ചുണ്ടൻ വള്ളങ്ങൾ ലക്ഷ്യസ്ഥാനത്തെ സമീപിക്കാറായി കഴിഞ്ഞിരുന്നു. ആ തുല്യ ശക്തികൾ മിന്നൽ വേഗത്തിൽ ഇരമ്പി കുതിച്ചാണ് വന്നത്. ആ വരവ് കണ്ട് പണ്ഡിറ്റ്ജി രോമാഞ്ചത്തോടെ തുള്ളിച്ചാടി. തുഴക്കാരുടെ ആയത്തിനൊപ്പിച്ച് അദ്ദേഹവും താളം ചവിട്ടി. കായലോരം ഹർഷാരവത്തിൽ മുങ്ങി. അവിടം വള്ളപ്പാട്ടിന്റെ താളമേളങ്ങളിൽ അലിഞ്ഞു ചേർന്നു. ഒന്നാമത്തെ ട്രാക്കിലൂടെ ഒരു പടക്കുതിരയെ പോലെ പറന്നു വന്നത് നടുഭാഗം ചുണ്ടനായിരുന്നു. ആ ജലരാജൻ വിജയക്കൊടി വാങ്ങി വള്ളത്തിൽ നാട്ടി. നടുഭാഗത്തിന്റെ ക്യാപ്റ്റൻ പണ്ഡിറ്റ്ജിയുടെ വക സമ്മാനം ഏറ്റുവാങ്ങി. ഒരു ചുണ്ടൻ വള്ളത്തിന്റെ ആകൃതിയിലുള്ളതായിരുന്നു ആ ട്രോഫി. അനന്തരം ചുണ്ടൻ വള്ളങ്ങളെല്ലാം നെഹ്റുവിന്റെ മുൻപിൽ അണിനിരന്നു. എന്നിട്ടവ ആഹ്ലാദ പ്രകടനം നടത്തി. ആ രംഗം അദ്ദേഹത്തെ അത്യന്തം രസിപ്പിച്ചു. ഒരു ചുണ്ടൻ വള്ളത്തിൽ കയറാനും നെഹ്റു ആഗ്രഹിക്കാതിരുന്നില്ല. ആ സമയം നടുഭാഗം ചുണ്ടൻ മണ്ഡപത്തെ സമീപിക്കുന്നത് അദ്ദേഹം കണ്ടു. വിജയലഹരിയിൽ പുളകമണിഞ്ഞാണ് നടുഭാഗം നിന്നിരുന്നത്. ആ സൗന്ദര്യാരാധകൻ അതിൽ ചാടിക്കയറാൻ ആഞ്ഞെടുത്തു. അദ്ദേഹത്തെ തടയാൻ ആരും ധൈര്യപ്പെട്ടില്ല. എല്ലാ മുഖങ്ങളിലും ഉത്കണ്ഠ നിഴലിച്ചു. ഒരു നിമിഷം, പിന്നെ താമസിച്ചില്ല. പണ്ഡിറ്റ്ജി നടുഭാഗം ചുണ്ടനിൽ ചാടിക്കയറി. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വഹിച്ചുകൊണ്ട് നടുഭാഗം ചുണ്ടൻ മുന്നോട്ടാഞ്ഞു. അദ്ദേഹം പുന്നമടക്കായലിലൂടെ ഒരു ഉല്ലാസയാത്ര നടത്തി. മറ്റു ചുണ്ടൻ വള്ളങ്ങളും നിരവധി ബോട്ടുകളും ആ യാത്രയ്ക്ക് അകമ്പടി സേവിച്ചു. അപ്പോൾ ആർപ്പുവിളികളും ആരവങ്ങളും കൊട്ടും പാട്ടും എല്ലാം മുഴങ്ങി. അതുകേട്ട് പുന്നമടക്കായലിലെ കൊച്ചോളങ്ങൾ പോലും പുളകച്ചാർത്തണിഞ്ഞു. കുട്ടനാട്ടുകാർ നെഹ്റുവിന് നൽകിയ ആ വരവേൽപ്പ് ഒരു ജലമേളയ്ക്ക് നാന്ദി കുറിച്ചു. അതാണ് ആവേശോജ്വലമായ നെഹ്റു ട്രോഫി വള്ളംകളി. ഇനി നമുക്ക് പാഠഭാഗത്തിന്റെ ആശയം നോക്കാം. ആയിരക്കണക്കിന് ആളുകളുടെ ജയവിളികൾ ഉയർന്നു. ആ പുതിയ ഭാരത ശില്പി ജവഹർലാൽ നെഹ്റു കൈ ഉയർത്തിക്കൊണ്ട് ആ സന്തോഷം സ്വീകരിച്ചു. 63 കതിനാവെടികൾ പൊട്ടി. ചാച്ചാജിക്ക് അപ്പോൾ 63 വയസ്സായിരുന്നു പ്രായം. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് മണ്ഡപത്തിൽ ഇരുന്നു. ാതെ വളരെ ശബ്ദത്തോടുകൂടി ഒരു വെടി പൊട്ടി. 8 ചുണ്ടൻ വള്ളങ്ങൾ വളരെ വേഗതയോടെ ആവേശത്തോടെ നിരനിരയായി വന്നു നിന്നു. ദൂരക്കാഴ്ചകൾ കാണാൻ സഹായിക്കുന്ന ദൂരദർശിനി എന്ന യന്ത്രം വഴി നെഹ്റു അത് നോക്കിക്കണ്ടു. അദ്ദേഹത്തിന് ആ കാഴ്ച കണ്ട് സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ആവേശം കൊണ്ട് തുള്ളിച്ചാടി. നടുഭാഗം നെപ്പോളിയൻ, ചമ്പക്കുളം, കാവാലം, പാർത്ഥസാരഥി, നേതാജി, വലിയ ദിവാൻജി, മാമ്പഴക്കരി എന്നീ ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരിച്ചു കൊണ്ടിരുന്നത്. വള്ളങ്ങൾ മണ്ഡപത്തോടടുക്കാറായപ്പോഴേക്കും ആവേശം കൂടി. ഈ അവസരത്തിൽ അദ്ദേഹം ഒരു കസേരയിൽ ചാടിക്കയറാൻ മടിച്ചില്ല. അപ്പോഴേക്കും ചുണ്ടൻ വള്ളങ്ങൾ ഏകദേശം മത്സരത്തിന്റെ അവസാനം എത്താറായിരുന്നു. നെഹ്റുജി ഇവയെല്ലാം വളരെ ആവേശത്തോടെയാണ് കണ്ടത്. കായലോരം ആകെ ആഘോഷത്തിന്റെ ആർപ്പുവിളികൾ മുഴങ്ങി. വള്ളപ്പാട്ടിന്റെ താളം അവിടെയൊക്കെ മുഴങ്ങിക്കേട്ടു.
നടുഭാഗം ചുണ്ടനായിരുന്നു ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത്. വിഭാഗത്തിന്റെ ക്യാപ്റ്റൻ പണ്ഡിറ്റ്ജിയുടെ വക സമ്മാനം ഏറ്റുവാങ്ങി. ചുണ്ടൻ വള്ളത്തിന്റെ മാതൃകയിലുള്ള ഒന്നായിരുന്നു ആ ട്രോഫി. തുടർന്ന് നെഹ്റുവിന്റെ മുൻപിൽ ചുണ്ടൻ വള്ളങ്ങൾ സന്തോഷ പ്രകടനം നടത്തി. അദ്ദേഹത്തെ ഇത് വളരെ രസിപ്പിച്ചു. അദ്ദേഹം ഉടൻ തന്നെ നടുഭാഗം ചുണ്ടനിലേക്ക് ചാടിക്കയറി. അദ്ദേഹത്തെ ആരും തന്നെ തടഞ്ഞില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും കൊണ്ട് നടുഭാഗം ചുണ്ടൻ മുന്നോട്ടു പോയി. പുന്നമട കായലിലൂടെ ഒരു ഉല്ലാസയാത്ര നടത്തി. ഇവരോടൊപ്പം മറ്റ് ചുണ്ടൻ വള്ളങ്ങളും ബോട്ടുകളും കൂടെ തുഴഞ്ഞു. ആർപ്പുവിളികളും കൊട്ടും പാട്ടും മുഴങ്ങി. ആ കായൽ ആകെ സന്തോഷവും ആവേശവും കൊണ്ട് നിറഞ്ഞു. കുട്ടനാട്ടുകാർ നെഹ്റുവിന് നൽകിയ ആ വരവേൽപ്പ് ഒരു ജലമേളയ്ക്ക് തുടക്കം കുറിച്ചു. അതാണ് നെഹ്റു ട്രോഫി വള്ളംകളി. നിങ്ങൾക്ക് എല്ലാവർക്കും പാഠഭാഗം മനസ്സിലായോ? വളരെ ആവേശത്തോടും ആഹ്ലാദത്തോടും കൂടി നടത്തുന്ന ഒന്നാണ് വള്ളംകളികൾ. നിങ്ങൾക്ക് ഈ പാഠത്തിലൂടെ വള്ളംകളി എന്താണെന്ന് മനസ്സിലായില്ലേ? എല്ലാവരും പാഠഭാഗം നന്നായി വായിച്ചു നോക്കാൻ മറക്കരുത്. വായിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ള പദങ്ങൾ അടിവരയിട്ട് പോകണം. അത് ടീച്ചറോട് ചോദിക്കാനും മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണും വരെ എല്ലാവർക്കും നന്ദി.